BJP പ്രവർത്തകരെ ആക്രമിക്കാൻ മുൻകൈയെടുത്ത വട്ടിയൂർക്കാവ് SHO വിപിൻ AC-ക്ക് സംരക്ഷണം ഒരുക്കുന്നത് CPM-ന്റെ നേതാക്കൾ. ചെങ്ങന്നൂർ SHO ആയിരുന്ന സമയത്ത് നിക്കറും ബനിയനും ഇട്ട് വനിതകൾക്ക് മുന്നിൽ കേസ് പരിഹരിക്കാനെത്തിയപ്പോൾ ലൈംഗികാവയവം പ്രദർശിപ്പിച്ചു എന്ന ഗുരുതര പരാതി ഉയർന്നിരുന്നു. എന്നാൽ ഇതിനെതിരെ ചെറുവിരലെടുക്കാൻ ഇതുവരെ CPM നേതൃത്വം തയ്യാറായിട്ടില്ല. ആദ്യം ആ റിപ്പോർട്ട് കാണാം, അതിനുശേഷം വിനീഷിലേക്ക്. വട്ടിയൂർക്കാവ് SHO വിപിൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിപിൻ ചെങ്ങന്നൂർ SHO ആയിരുന്ന സമയത്ത് വിപിനെതിരെ നിരവധി പരാതികളാണ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും ജില്ലാ കളക്ടർക്കും ലഭിച്ചത്. സ്ത്രീകളുടെ മുന്നിൽ പരാതി കേൾക്കാനെത്തിയപ്പോൾ ലൈംഗിക അവയവം പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ വളരെ മോശമായിരുന്നെന്നും കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സ്ത്രീകളുടെ പരാതി കേൾക്കാൻ വിപിൻ എത്തുന്നത് നിക്കറും ബനിയനുമിട്ട്. ദൃശ്യങ്ങൾ കാണുക. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷനിലെത്തി സ്ത്രീകൾക്ക് മുന്നിൽ ലൈംഗിക വികൃതം കാട്ടിയെന്ന പരാതിക്ക് നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഉന്നത CPM നേതാക്കളുമായുള്ള ബന്ധമാണ് വിപിനെതിരെ നടപടി വൈകാൻ കാരണമെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. കൂടാതെ സ്ത്രീകളോടുള്ള വിപിന്റെ പെരുമാറ്റം ശരിയല്ലെന്നും ആക്ഷേപമുണ്ട്. ഇതേ പരാതി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടും ഇതുവരെയും നടപടിയില്ല. DGP-ക്കും സ്ത്രീകൾ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടായിട്ടില്ല. ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് CPM-ന് വേണ്ടി വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ BJP പ്രവർത്തകർക്കെതിരെ നിരന്തരം കള്ളക്കേസുകളും ആക്രമണങ്ങളും അഴിച്ചുവിടുന്നത്. വിനീഷ്, ജനം, തിരുവനന്തപുരം. വിനീഷ് തന്നെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, ഈ വിപിൻ്റെ നേതൃത്വത്തിൽ എന്താണ് നെട്ടയത്ത് നടന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ഒരു വ്യക്തതയുണ്ട്. വലിയ അതിക്രമം അവിടെ BJP-യുടെ പ്രവർത്തകർക്കെതിരെ നടത്തുന്നു. മാത്രമല്ല ക്ഷേത്രം കയറി അതിക്രമിക്കുന്നു, ക്ഷേത്രത്തിനകത്ത് മതപാഠശാല ആക്രമിക്കുന്നു. അപ്പോൾ അതിനൊക്കെ നേതൃത്വം നൽകിയ ഈ മഹാൻ മുൻപ് കാട്ടിക്കൂട്ടിയത് എന്താണ് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പരാതിക്കായി അല്ലെങ്കിൽ പരാതി പരിഹാരത്തിനായി എത്തുന്ന സ്ത്രീകൾക്ക് മുന്നിൽ ലൈംഗിക ചേഷ്ട ഉൾപ്പെടെ കാണിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഈ സർക്കാർ സംവിധാനങ്ങൾ സംരക്ഷിച്ചു പോരുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഒരു പിന്നാമ്പുറ കഥകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് വിപിൻ എന്നതാണ്. ആ ക്രിമിനലും കാടത്തവും തന്നെയാണ് വട്ടിയൂർക്കാവിലും BJP പ്രവർത്തകർക്ക് നേരെ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് അത് ദൃശ്യങ്ങളിലൊക്കെ കണ്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിപിനെ സംരക്ഷിക്കുന്നത് ഉന്നത CPM നേതാക്കൾ ആണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 3 മാസം മുമ്പ് തന്നെ വിപിനെതിരെ നിരവധി പരാതികൾ, 2 മാസം മുമ്പ് തന്നെ നിരവധി പരാതികൾ ചെങ്ങന്നൂർ SHO ആയിരുന്ന സമയത്ത് തന്നെ ഉയർന്നു വന്നിരുന്നു. ആ പരാതികൾക്കൊന്നും തന്നെ കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു 3-ലധികം സ്ത്രീകൾ ഒരുമിച്ചൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തുമ്പോൾ അവർക്ക് മുന്നിൽ വിപിൻ എത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിട്ടുള്ളത്. ഒരു നിക്കറും ബനിയനുമിട്ട് വിപിൻ പോലീസ് സ്റ്റേഷനിലെത്തുന്നു. അങ്ങനെ എത്തിയതിന് ശേഷം ഈ സ്ത്രീകൾക്ക് മുന്നിൽ CIയുടെ റൂമിൽ, ഈ SHOയുടെ റൂമിൽ ഇരിക്കുന്നതാകട്ടെ, ആ ഇരിക്കുന്ന രീതി ആ പരാതിയിൽ, കളക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നതാണ് ലൈംഗിക അവയവങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇരുന്നു കൊണ്ടാണ് വിപിൻ എന്ന CI തങ്ങളോട് പരാതി കേട്ടത്. ഈ പരാതി കേൾക്കുന്ന സമയത്തും ഇദ്ദേഹത്തിൻ്റെ രീതികൾ കാണുമ്പോൾ തങ്ങൾക്ക് ഇയാൾ പോലീസ് ഉദ്യോഗസ്ഥനാണോ എന്ന സംശയം പോലും തോന്നുന്നുണ്ട്. കാരണം ലൈംഗിക ചേഷ്ട കാണിക്കുന്നു, ഒപ്പം തന്നെ അത്തരത്തിൽ ചിരിക്കുന്നു, ഇൻസ്റ്റാഗ്രാം ID ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ്
പോലീസ് പരാതി കേട്ടത്. ഏകദേശം മണിക്കൂറുകളോളം ഈ സ്ത്രീകളെ ആ CIയുടെ റൂമിലിരുത്തി പരാതി കേട്ടു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് വാദിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിന്നീട് വിപിൻ സ്വീകരിച്ചത്. ആ സമയത്തും ഇത്തരത്തിൽ ലൈംഗിക അധിക്ഷേപം ഏൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീകൾ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നു, പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് പരാതി നൽകുന്നു, ഒപ്പം തന്നെ ചെങ്ങന്നൂർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുന്നു. ആ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ട് പോലും ഇവിടെ ഒന്നും നീതി ഈ സ്ത്രീകൾക്ക് ലഭിച്ചിരുന്നില്ല. പിന്നീട് പരാതി നൽകി ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന പേരിൽ ഈ സ്ത്രീകൾക്ക് നേരെ പോലീസ് കേസെടുക്കുന്ന പോലീസിനെയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പരാതി നൽകിയ സ്ത്രീക്കെതിരെ സ്ഥിരമായി അവരെ വലിയ രീതിയിൽ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ അടുത്ത പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ വിട്ട് ഈ സ്ത്രീയെ നിരന്തരം വിളിപ്പിക്കുക, ഇവർക്കെതിരെ അധിക്ഷേപം നടത്തുക, ഒപ്പം തന്നെ ഇവർക്കെതിരെ കള്ളക്കേസ് ചുമത്തുക, ഇങ്ങനെയുള്ള നടപടിയുമായി വിപിൻ മുന്നോട്ട് പോയി എന്നതാണ് പരാതിയിൽ പിന്നീട് കൊടുത്ത പരാതി. ആദ്യം കളക്ടർക്ക് പരാതി നൽകുന്നു, അതിനുശേഷം പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് പരാതി നൽകുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നു. ഇവിടെ ഒന്നും നീതി ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ ഭീഷണി മാത്രമാണ് പിന്നീട് വിപിൻ്റെ സഹപ്രവർത്തകരിൽ നിന്നും ഈ ഒരു വനിത കേൾക്കേണ്ടി വന്നത്. തുടർന്ന് ഈ വനിത DGPക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെ ഈ സ്ത്രീക്കെതിരെ ഇത്തരത്തിലുള്ള അപമര്യാദമായ ഇടപെടലുകൾ ഈ വിപിൻ നടത്തുന്നു, ഒപ്പം തന്നെ വട്ടിയൂർക്കാവിൽ ഇത്തരത്തിൽ ക്രിമിനൽ അഴിഞ്ഞാടുന്ന തരത്തിൽ ഒരു ഗുണ്ടാ പോലീസ് നടത്തുന്ന പശ്ചാത്തലത്തിലുള്ള പ്രവർത്തനങ്ങൾ വിപിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴാണ് വീണ്ടും തനിക്കും ഇത്തരം അനുഭവം ഏറ്റിട്ടുണ്ട് എന്ന ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്കും DGPക്കും പരാതി നൽകുന്നു. പരാതി നൽകി ഇപ്പോഴും ദിവസങ്ങൾ പിന്നിട്ടിട്ടും നടപടി ഉണ്ടാകാത്തതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉന്നത CPM നേതാക്കളുമായുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് മന്ത്രി സജി ചെറിയാനുമായുള്ള ബന്ധമാണ് ഈ വിപിന് സംരക്ഷണം ഒരുക്കുന്നത് എന്നതാണ് ഉയരുന്ന ആക്ഷേപം. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഈ സ്ത്രീ ചെങ്ങന്നൂരുകാരി ആയതുകൊണ്ട് തന്നെ മന്ത്രി സജി ചെറിയാനു മുന്നിൽ തനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഏൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. ആ ഏൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മന്ത്രിക്ക് മുന്നിൽ പോലും ഇത്തരം പരാതികൾ നേരിട്ടെത്തി പറഞ്ഞു. പക്ഷേ അപ്പോഴും മന്ത്രി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണോ പറയുന്നത്, നീ അവർക്ക് വേണ്ടി അത് ചെയ്തു കൊടുക്കൂ എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞതെന്നാണ് ഈ സ്ത്രീ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്നത CPM നേതാക്കളുടെ ബന്ധം തന്നെയാണ് ഇപ്പോഴും ഈ CIയെ സംരക്ഷിക്കുന്നത്, വട്ടിയൂർക്കാവ് SHO ആയി തുടരുന്ന വിപിനെ സംരക്ഷിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാൻ സാധിക്കുന്നത് വലിയ പ്രതിഷേധം സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഈ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടാകുന്നു. കാരണം നമ്മൾ നേരത്തെ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കുറേ ദിവസമായി വട്ടിയൂർക്കാവിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുന്നത് ഈ SHOയുടെ നേതൃത്വത്തിലാണ്. ഈ SHO ഇലക്ഷൻ സമയം മുതൽ തന്നെ, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ BJP പ്രവർത്തകർക്ക് പ്രചരണം പോലും കൃത്യമായി നടത്താനുള്ള അനുമതി നൽകാതെ അതിനെ തടയുന്നു. അങ്ങനെ സംഘർഷം സൃഷ്ടിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് മറ്റൊരു സംഘർഷവും ഈ ഒരു പ്രദേശത്ത് നടക്കുന്നത്. ആ സമയത്ത് ഏകപക്ഷീയമായി BJP പ്രവർത്തകരെ മാത്രം ആക്രമിക്കുന്നു, ക്ഷേത്രങ്ങൾ കയറി തകർക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി നമ്മൾ പുറകിലോട്ട് പോകുന്നത്. അപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി പരാതികൾ ഈ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് ഈ വിപിനെതിരെ നൽകിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും നടപടി ഉണ്ടാകുന്നില്ല. ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്, അപ്പോഴും നടപടി ഉണ്ടാകുന്നില്ല. ഒരു സ്ത്രീക്ക് പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സംസാരിക്കാനെത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അത് വളരെ ഗൗരവകരമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ദയവായി തുടരുക. ഇപ്പോൾ BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കരമന ജയൻ, ഈ SHO വിപിൻ അടുത്തിടെ വട്ടിയൂർക്കാവ് സ്ഥലത്ത് കാട്ടിക്കൂട്ടിയിട്ടുള്ള അതിക്രമങ്ങളെപ്പറ്റി നമുക്കറിയാവുന്നതാണ്. ക്ഷേത്രങ്ങൾക്ക് നേരെ പോലും അക്രമം നടത്തുവാൻ ഇയാൾ നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ ഇയാൾക്കെതിരെ മുൻപ് ഇരുന്ന ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം, ശ്രീ കരമന ജയൻ അങ്ങ് ഈ വാർത്ത ശ്രദ്ധിച്ചു കാണും, വളരെ ഗുരുതരമായ ആരോപണമാണ്. അതായത് പരാതി പറയാനായി എത്തുന്ന സ്ത്രീകൾക്ക് മുന്നിൽ ലൈംഗിക ചേഷ്ടയോടെയും മറ്റും പെരുമാറി എന്ന നിരവധി പരാതി വിപിനെതിരെ ഉണ്ട്. എന്നിട്ടൊന്നും ഇയാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ SHO വിപിനെ സംരക്ഷിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, CPM ആണ്. ഇത്രയും ഗുരുതരപരമായിട്ടുള്ള അത് ആരോപണങ്ങളല്ല, സത്യമായിട്ടുള്ള കാര്യങ്ങൾ, വസ്തുതകൾ വന്നിട്ടും അയാൾക്കെതിരെ ഒരു നടപടിയും എടുക്കാതെ
മുന്നോട്ട് പോകുന്നത് CPM എന്ന പാർട്ടിക്ക് ഒരു ആയുധമായി ഈ വിപിനെ വേണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത്രയധികം ഒരു തെളിവുകളടക്കം വനിതകളോട് അപമര്യാദയായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ വച്ച് പൊറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് ജനങ്ങളോട് ബാധ്യതയുള്ള ഒരു സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും എടുക്കേണ്ടതാണ്. പക്ഷെ അത് എല്ലാവരും ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ ഇത് അറിയാവുന്ന കാര്യം ആണെന്ന് അറിഞ്ഞിരിക്കെ അതിനെതിരെ യാതൊരു നടപടി എടുക്കാത്തത് തീർച്ചയായിട്ടും വിപിനെ CPM ആവശ്യമാണ്. CPM യഥാർത്ഥത്തിൽ CPM ഒരു പക്ക സഖാവായി തന്നെയാണ് വിപിൻ പ്രവർത്തിക്കുന്നത്. അത് ഇത്രയും അപമര്യാദയായിട്ട് വനിതകളോട് നമ്മള് ഈ പറയുന്നത് BJPയോ സംഘപരിവാർ പ്രസ്ഥാനങ്ങളല്ല. ഇത് ഈ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് അനുഭവസ്ഥരായിട്ടുള്ള നിഷ്പക്ഷപരായിട്ടുള്ള സ്ത്രീകളടക്കമുള്ള പൊതുസമൂഹമാണ്. അത് മാത്രമല്ല, ഇത് ഞാൻ അറിഞ്ഞത് ഈ ചെങ്ങന്നൂര് തന്നെ അദ്ദേഹം ഈ പോലീസ് ഓഫീസർമാർ ഇദ്ദേഹത്തിന് മുകളിലുള്ള ഈ പറയുന്ന ഈ വിപിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പോലും കയർത്ത് സംസാരിക്കുകയും ഒരു DYSPയുടെ അടുത്ത് കൈ ചൂണ്ടി സംസാരിക്കുകയും അടിക്കാൻ പോവുകയും ചെയ്തു എന്നുവരെ ആരോപണങ്ങൾ ചെങ്ങന്നൂരിൽ നിന്നും പലതും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വസ്തുതകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രകൃതമാണ് ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ ഇവ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് വന്ന് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ നീചമായ പ്രവർത്തികൾ ഇവിടുത്തെ ആദ്യം ഒക്കെ ഇവിടുത്തെ ആൾക്കാർ തെറ്റിദ്ധരിച്ചുവെങ്കിലും ഇന്ന് യാഥാർത്ഥ്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തിരുവനന്തപുരത്തെ പൊതുസമൂഹം തന്നെ അംഗീകരിക്കുകയാണ് ഇതുപോലുള്ള ഉദ്യോഗസ്ഥനെ നടപടിയെടുത്ത് പോലീസ് സേനയിൽ തന്നെ പുറത്താക്കണമെന്നുള്ളതാണ്. ഓക്കെ വളരെ നന്ദി ശ്രീ കരമന ജയൻ. നിലപാട് വ്യക്തമാക്കിയതിന് BJPയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ കരമന ജയനാണ് പ്രതികരിച്ചത്. അതായത് പോലീസ് സംവിധാനത്തിൽ നിന്ന് തന്നെ ഈ ക്രിമിനലിനെ പുറത്താക്കണം എന്ന നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. കാരണം ഇയാൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇരുന്നപ്പോൾ മാത്രമല്ല ഇത്തരം അതിക്രമങ്ങൾ നടത്തിയിരിക്കുന്നത്. മുൻകാലഘട്ടങ്ങളിലും സ്ത്രീകളോടുൾപ്പെടെ വളരെ മോശമായി പെരുമാറിയ ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഉദ്യോഗസ്ഥനാണ് വിപിൻ എന്ന് തെളിവ് സഹിതം ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. നെട്ടയത്ത് BJP പ്രവർത്തകരെ ആക്രമിക്കാൻ മുൻകൈയെടുത്ത വട്ടിയൂർക്കാവ് SHO വിപിൻ AC സംരക്ഷണം ഒരുക്കുന്നത് CPM നേതാക്കൾ എന്നതിന്റെ കൂടുതൽ തെളിവുകൾ വരുന്നു. ചെങ്ങന്നൂരിൽ SHO ആയിരുന്ന സമയത്ത് നിക്കറും ബനിയനുമിട്ട് വനിതകൾക്ക് മുന്നിൽ ഇരിക്കുകയും കേസ് പരിഹരിക്കാൻ എത്തുമ്പോൾ ലൈംഗിക അവയവം പ്രദർശിപ്പിക്കുന്ന ഗുരുതരമായ രീതികൾ, വൃത്തികെട്ട രീതികൾ ഇയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരം ധാരാളം പരാതികൾ ഉണ്ടായിട്ടും ഈ ക്രിമിനലിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPMന്റെയും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളുടെയും ഭാഗത്ത് നിന്നുണ്ടായത്. വി ബിനീഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. ബിനീഷ്, ഇയാൾ മുൻപ് ചെങ്ങന്നൂരിൽ ഇരുന്ന സമയത്ത് ചെയ്ത പ്രവർത്തികൾ എന്താണെന്ന് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തെളിവ് സഹിതം കാണിച്ചു കൊടുത്തിരിക്കുന്നു. നേരത്തെ BJPയുടെ സിറ്റി ജില്ലാ അധ്യക്ഷൻ പറഞ്ഞത് ഇയാളെ പോലീസ് സംവിധാനത്തിൽ നിന്ന് തന്നെ മാറ്റണം, അതായത് പോലീസിൽ നിന്നും ഡിസ്മിസ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധ പരിപാടികൾ അവസാനിപ്പിക്കൂ എന്നാണ് BJP പറയുന്നത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പക്ഷേ ഇത് BJP എന്ന രാഷ്ട്രീയ സംഘടനയോട് മാത്രമല്ല, പക്ഷേ നിഷ്പക്ഷരായ സ്ത്രീകളോടും ഇത്തരത്തിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാടത്തം കാണിച്ചിരിക്കുന്നു എന്നതാണ്. അത് നമുക്ക് പരാതികളായി പോലും ലഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇപ്പോഴും പോലീസ് സേനയിലെ ഒരു ഭാഗം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ CPMൻ്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വിപിനെ സംരക്ഷിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പരാതിക്കാരനായ, നമുക്കറിയാം വട്ടിയൂർക്കാവ് നെട്ടയത്ത് നടന്ന സംഭവത്തിൽ പരാതിക്കാരനെ പോലും പിടികൂടി അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ പാലം, മൂക്കിൻ്റെ പാലം ഇടിച്ച് തകർക്കുന്നു. കണ്ണിന് ഇടിയുടെ ക്ഷതത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെ ഗുരുതരമായ രീതിയിൽ ശരീരമാസകലം ഇടിച്ച് ചതയ്ക്കുന്നു. അങ്ങനെയൊക്കെ വലിയ കാടത്തം കാണിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നതിന് പിന്നിൽ നമുക്ക് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉന്നത CPM നേതാക്കളുടെ ഒന്ന് തുടരും. ഇപ്പോൾ യുവമോർച്ച നേതാവ് നന്ദു കൂടി നമുക്കൊപ്പം ചേരുകയാണ്. നന്ദു, ഈ SHO വിപിൻ വട്ടിയൂർക്കാവിൽ കാട്ടിക്കൂട്ടിയത് എന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇയാൾ SHO ആയി ചെങ്ങന്നൂരിലിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്കെതിരെ കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങൾ സംബന്ധിച്ചും ഇപ്പോൾ നമ്മൾ ചില ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതായത് ഈ പരാതിയുമായി എത്തുന്ന ആ സ്ത്രീകൾക്ക് മുന്നിൽ മോശപ്പെട്ട വസ്ത്രമിട്ടിരിക്കുകയും ലൈംഗിക ചേഷ്ട കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതായിരുന്നു ഇയാളുടെ മുൻകാല പ്രവൃത്തികൾ. അപ്പോൾ ഇത്തരം ധാരാളം പരാതികൾ ഉണ്ടായിട്ടും ഇയാൾക്കെതിരെ നടപടി എടുത്തിട്ടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെങ്ങന്നൂർ ഇരിക്കുന്ന സമയത്ത് ഒരു DYSPയുടെ ഫെയർവെൽ പാർട്ടി നടത്തിയതിന്റെ പേരിൽ 2 ഇൻസ്പെക്ടർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റവും തല്ലും കൂടിയ ഒരു കഥ അന്ന് തന്നെ ആ നാടുകളിൽ പ്രചരിച്ചിരുന്നു.
അന്ന് അതിൽ ഒരു പക്ഷത്ത് നിന്നിരുന്ന പ്രധാനപ്പെട്ട കൾപ്രിറ്റ് ആണ് നമ്മൾ ഈ പറയുന്ന CA വിപിൻ എന്ന് പറയുന്ന ഈ പോലീസുകാരൻ. അയാൾക്ക് ഇങ്ങനത്തുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ ഇതൊക്കെ അന്വേഷിച്ച സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ. അതായത് അദ്ദേഹത്തിന് എന്തിനാണ് അദ്ദേഹം പല വിഷയങ്ങളിലും അമിതാവേശം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CPM നേതാക്കന്മാർ ഇയാൾ എന്ത് തെമ്മാടിത്തരം കാട്ടിയാലും CPM നേതാക്കന്മാരുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടാകും എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ധാർഷ്ട്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം കൊടുത്തത്. അദ്ദേഹം സത്യത്തിൽ CPMന്റെ അടിമയാണ്. CPM എന്ത് പറയും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാനും കിടക്കാൻ പറഞ്ഞാൽ കിടക്കാനും കഴിയുന്ന ഒരു പോലീസ് നായയായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ് ഈ പറയുന്ന SHO വിപിൻ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് BJP പറഞ്ഞത് ഇത്തരത്തിലുള്ള ആളെയും വെച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തിന്റെ ക്രമസമാധാന പാലനം നടത്താൻ പോലീസ് തീരുമാനിക്കുന്നത് എങ്കിൽ അതിശക്തമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. ഇനി ഇയാളെ പോലെ ഒരാളെ സർവീസിൽ വെച്ച് പുലർത്തുന്നതിന്റെ കാരണം കൂടി ജനം TV ഞാൻ പറയുന്ന ഒരു ഡിബേറ്റബിൾ ആയിട്ടൊന്ന് അന്വേഷിക്കണം. അതായത് നമ്മൾ ശിവരഞ്ജിത്തിനെ നസീമിനെയും മാത്രമേ കേട്ടിട്ടുള്ളൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് കത്തിക്കുത്ത് നടത്തിയത് കൊണ്ട് നമ്മളത് കേട്ടു. അങ്ങനെ അല്ലാതെ നൂറുകണക്കിന് ശിവരഞ്ജിത്തുമാരും നൂറുകണക്കിന് നസീംമാരെയും ഈ ലിസ്റ്റിനകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരുന്ന CPO റാങ്ക് ലിസ്റ്റിലും അതുപോലെ തന്നെ SI റാങ്ക് ലിസ്റ്റിലേക്കും ഒക്കെ തള്ളിക്കയറ്റിയ പ്രവണതയാണ് കഴിഞ്ഞ 10 വർഷം കേരളത്തിനകത്ത് നടന്നത്. നമ്മൾ പിൻവാതിൽ നിയമനത്തെക്കുറിച്ച് മറ്റ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും പിൻവാതിൽ നിയമനം CPM നടത്തിയതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ പോലീസിനകത്തും ഇത്തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇയാളെക്കുറിച്ച്. ഇയാളുടെ എൻട്രി, ഇയാൾ എഴുതിയിട്ടുള്ള പരീക്ഷ, ഇയാളുടെ മുഴുവൻ ഹിസ്റ്ററിയും ഈ പോലീസ് സേനയിലേക്ക് ഇയാൾ വന്നതിന്റെ മുഴുവൻ ഹിസ്റ്ററിയും അന്വേഷിക്കപ്പെടണം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. കാരണം ഇയാളെ ഒന്നും കേരളത്തിലെ പോലീസ് സേനയ്ക്കകത്ത് ഇരിക്കാൻ യോഗ്യനായിട്ടുള്ള ആളല്ല. ഇയാൾ വെറും തെരുവ് ഗുണ്ടയേക്കാൾ മോശപ്പെട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇയാൾക്കിപ്പോ എന്തുകൊണ്ടാണ് സുനിലിനോട് സ്നേഹം വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ആ ചേച്ചിയോട് മോശമായിട്ടുള്ള ആംഗ്യം കാണിക്കുകയും മോശമായി ആ ചേച്ചിയെ അസത്യം പറയുകയും ഒക്കെ ചെയ്ത് നഗ്നതാ പ്രദർശനം നടത്തിയ സുനിലിന് വേണ്ടിയിട്ട് എന്തിനാണ് 2 മണിക്കൂർ നേരം ആ പരാതിയുടെ മുകളിൽ അടയിരുന്നതെന്ന് ഇപ്പോ നമ്മള് പൊതുസമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവര് കൃത്യമായി ചിന്തിക്കും. അപ്പൊ ഇയാളാണ് ഏറ്റവും വലിയ ആന്റി സോഷ്യൽ. ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പോലൊരു പ്രദേശത്ത് ഏറ്റവും വലിയൊരു ആന്റി സോഷ്യൽ എലമെന്റായി കേരളത്തിലെ പോലീസ് സേനയിലെ ഒരു ഇൻസ്പെക്ടർ തന്നെ മാറുന്നു എന്ന് പറഞ്ഞാൽ, ഒരു SHO തന്നെ മാറുന്നു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം അപമാനം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന് പോലീസ് സേനയ്ക്ക് വരാനുണ്ടോ? ഇയാളെയൊക്കെ താങ്ങുന്ന പോലീസ് അസോസിയേഷന്റെ ആൾക്കാർ തലയിൽ മുണ്ടിട്ടുകൊണ്ട് പുറത്തേക്ക് നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഓക്കെ നന്ദു, യുവമോർച്ച നേതാവ് നന്ദുവാണ് പ്രതികരിച്ചത്. വിനീഷിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. വിനീഷ്, ഈ വിവാദം കത്തി നിൽക്കുന്നതിനിടയിൽ ഇന്നലെ രാത്രിയിൽ ഈ SHO വിപിൻ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചു എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. അത് നമ്മൾ ഇന്നലെ തന്നെ പ്രേക്ഷകരിലേക്ക് ആ വാർത്ത എത്തിച്ചതാണ്. അപ്പോൾ ഈ പ്രതിഷേധം കനക്കുന്നു, BJPയുടെ ഭാഗത്ത് നിന്നും വലിയ നീക്കങ്ങൾ ഉണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊപ്പം ഈ നമ്മളുൾപ്പെടെ ഈ വാർത്ത നൽകുമെന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇയാൾ ഇന്നലെ രാത്രിയിൽ മെഡിക്കൽ ലീവിലേക്ക് പോയിരിക്കുന്നത്? ലീവിലേക്ക് പോയിരിക്കുന്നത്. നേരത്തെ തന്നെ 28 വരെ ഇദ്ദേഹം ഈ മാസം 28-ാം തീയതി വരെ ലീവ് അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് ഉന്നത പോലീസ് ഇദ്ദേഹം ഈ മാസം 28-ാം തീയതി വരെ ലീവ് അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നത്. പക്ഷേ നിലവിൽ അതൊരു നടപടിയുടെ ഭാഗമല്ല എന്നതാണ്. ഇപ്പോഴും അദ്ദേഹത്തെ ഈ SHOയെ സംരക്ഷിക്കുന്നു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ദീർഘകാലത്തേക്ക് മെഡിക്കൽ ലീവിൽ പോകണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴും അതിന് തനിക്ക് സാധിക്കില്ല എന്നായിരുന്നു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ. വിനീഷ്, ഒന്ന് തുടരും. ഇപ്പോൾ ഈ SHOയ്ക്കെതിരെ മുൻപ് പരാതി നൽകിയ ശരണ്യ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശരണ്യ, ഈ SHO വിപിനെതിരെ ഉയരുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പരാതികൾ, ആരോപണങ്ങളാണ്. ചെങ്ങന്നൂരിൽ ഇരിക്കുന്ന സമയത്തൊക്കെ പല സ്ത്രീകൾക്കും ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരണ്യ, ഈ പരാതിയിൽ എന്തൊക്കെ കാര്യമാണ് ഈ വിപിനെതിരെ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് അവിടെ ഈ ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസുകാർ നമ്മളെ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. ഏകദേശം ഒരു രാത്രിയിൽ ഒരു 1:30-2 മണി അടുത്താണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പം കൃത്യമായിട്ട് പോലീസുകാർ SHO വിളിച്ചു പറഞ്ഞിട്ടുണ്ട് 3 സ്ത്രീകളാണ് ഇവിടെ പരാതിക്കാര്. അപ്പം ഞങ്ങളോട് പറഞ്ഞ SHO രാവിലെ വരുത്തുള്ളൂ. അപ്പം ഞങ്ങൾ ഇവിടെ സ്റ്റേഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥരാണ്, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ വല്യമ്മയുടെ ഒരു കൊച്ചുമോള് അവളെ പിടിച്ച് ബലമായിട്ട് ഈ പോലീസുകാർ ആംബുലൻസിൽ കയറ്റി മെന്റൽ ആശുപത്രി കൊണ്ടുപോകാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പം അത് എന്നോട് അവർ ഓൾറെഡി ഡിസ്കസ് ചെയ്ത്.
അപ്പം ഞാൻ പറഞ്ഞു സാറേ ഒരിക്കലും അത് പാടില്ല, കാരണം 30 വയസ്സ് വരെ ഈ കുട്ടിക്ക് യാതൊരു മാനസിക രോഗങ്ങളില്ല. ചെറുപ്പം മുതലേ എൻ്റെ കൂടെ കളിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. BSc സ്റ്റാഫ് നേഴ്സാണ്. അവൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതാണ്. അവിടെ വോയിസുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാനത് നിങ്ങൾക്കെല്ലാം അയച്ചു തരാം. അവൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവളെ ഈ വിപിൻ SHO അവളുടെ അനിൽ എന്ന് പറഞ്ഞൊരു ഗുണ്ടയുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ആ കുട്ടിയെ ബലമായി ഇപ്പം തടങ്കിലാക്കിയിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അവിടെ സ്റ്റേഷനിൽ ചെല്ലുന്നത്. അപ്പം ഞങ്ങളോട് പറഞ്ഞ് പിന്നെ SHO വരും, വെയിറ്റ് ചെയ്യണം, രാവിലെ വരുത്തുള്ളൂ എന്ന് പറഞ്ഞ്. ഇദ്ദേഹം 6-6:30 ഇൻ ബിറ്റ്വീൻ 6 to 8 o'clock തന്നെ അദ്ദേഹം എത്തിയതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കുട്ടി നിക്കറും ഇട്ടിട്ട് ഒരു ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് വരുന്നത്. ശരിക്കും ഞാൻ മുൻപരിചയമൊന്നും എനിക്കില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെങ്ങന്നൂർ സ്റ്റേഷനിൽ ചെല്ലുന്നത്. ഇവർ വിളിച്ചിട്ടാണ് ചെല്ലുന്നത്. ഈ കുട്ടി അവിടെ കിടന്ന് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കി. എൻ്റെ ആൻറ്റി മാത്രമേ എന്നെ രക്ഷിക്കാനുള്ളൂ, എൻ്റെ അച്ഛൻ എനിക്കില്ല, പാമ്പ് കടിച്ച് ചെറുപ്പത്തിലെ മരിച്ചതാണ്, അമ്മ വളരെ അൺവാണ്ടഡ് റിലേഷൻഷിപ്പിൽ ഒരുപാട് വ്യക്തികളുമായിട്ട്. അത് ആ കുട്ടി എന്നോട് പറഞ്ഞത് എനിക്കറിഞ്ഞുകൂടാ. ഒരു മെമ്പർ നമ്മുടെ സജിത്രന്റെ ഒരു എന്താ പറയുന്നത്, ഒരു അടുത്തൊരു ബന്ധുവാണോന്നോ അല്ല, ഈ എന്തോ ഒരു എനിക്കറിഞ്ഞൂടാ, എനിക്ക് ആ വ്യക്തിയെ അറിയത്തില്ല. പക്ഷെ ആ വ്യക്തി അവിടെ നിൽപ്പുണ്ടായിരുന്നു. 1:30-2 മണിക്കുള്ളിൽ അച്ഛനെന്നാണ് എന്നോട് പറഞ്ഞത്. ഇത് എൻ്റെ അമ്മയുടെ കാമുകനാണ്, സജിത്രയൻ സാറിന്റെ ഏറ്റവും അടുത്ത ആളാണ്. എന്നെ പിടിച്ച് പിന്നെ പോലീസുകാരെ ഉപയോഗിച്ചിട്ട് ആംബുലൻസിൽ പലതവണ കൊണ്ടുപോയിട്ടുണ്ട്. 12 കൂടെ ഇവിടെ ആംബുലൻസിൽ ഇറങ്ങി ഓടിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണമായി ഈ കുട്ടിയെ പലതവണ ഇങ്ങനെ അപ്പൊ ഈ വ്യക്തി, ഈ മെമ്പർ എന്ന് പറയുന്ന ആള് ഈ ചെങ്ങന്നൂർ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചു, അങ്കിളല്ലേ വന്നത്? അന്നേരം നിഷ പറഞ്ഞ്, അങ്കിളിൽ നിന്നൊന്നും അയാളെ വിളിക്കരുത് ആന്റി, ഇങ്ങേര് പിന്നെ എൻ്റെ അമ്മയുടെ കാമുകനാണ്, ഇങ്ങേര് അവിടുത്തെ മെമ്പറാണ്, ഇങ്ങേരാണ് പോലീസുകാരെയൊക്കെ എല്ലാം ഒറ്റി കൊടുത്ത് എന്നെ പിടിച്ച് ആംബുലൻസ് കയറ്റിക്കൊണ്ട് മെന്റൽ ആശുപത്രി കൊണ്ടുവന്ന് 2021 മുതൽ ഒരു കേസ് ചെങ്ങന്നൂർ കോടതി നടക്കുവാണ്. നിഷ കൊടുത്ത ഡൊമസ്റ്റിക് വയലൻസ് നിഷയുടെ സഹോദരന്റെ പേരിലും പിന്നെ നിഷയുടെ അമ്മയുടെ ഒരു ബന്ധുക്കാരന്റെ പേരിലും ക്രൂരമായി മർദ്ദിച്ചു, അവളെ അവശ നിലയിലാക്കി, അവളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ കേസുകളാണ് നടക്കുന്നത്. പിന്നെ അപ്പന്റെ വസ്തു വിറ്റ് കിട്ടിയ പൈസ ഈ പിടിച്ചു മേടിക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ ആദ്യം വിവാഹം കഴിച്ചത് ഡിവോഴ്സ് ആയിട്ടില്ല. അത് അവൾ പറഞ്ഞു ഇവൾക്ക് മെന്റൽ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സ്വർണവും പൈസയെല്ലാം അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അനിൽ എന്ന് പറയുന്ന അനിൽ ഓച്ചിറ, പ്രയാറുള്ള ഓച്ചിറയുടെ കൂടെ ആ ഗുണ്ടയുടെ കൂടെയാണ് ഇവിടെ അമ്മ ബലമായിട്ട് ഇവളെ നിർത്തിയിരിക്കുന്നത്. അത് ലീഗലി മാരീഡ് ഒന്നുമല്ല. ഈ ഗുണ്ടയാണ് ഇപ്പൊ എന്നെ ഈ വിപിൻ സിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഇപ്പൊ എന്നെ വധഭീഷണി നടത്തിക്കൊണ്ടിരിക്കുക. നിന്നെ കൊല്ലും, നീ വിപിന് കാണിച്ചു തരാം. എന്നിട്ട് അശ്ലീലമായ സംഭാഷണമാണ് ഈ പിന്നെ അനിൽ ഓച്ചിറ, വിപിന്റെ ഗുണ്ട എന്നോട് ഫോണിൽ കൂടെ സംസാരിച്ചത്. അതായത് എന്നെ സെക്സ് ചെയ്യണം എന്ന് മോശപ്പെട്ട വർത്തമാനമാണ്. അത് ഞാൻ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ ഇന്ന് സിയോട് സംസാരിച്ചിട്ടുണ്ട്. സിയോട് സംസാരിക്കുന്നതിന്റെ വോയിസ് റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ യാതൊരു നടപടി എടുത്തിട്ടില്ല. അനിൽ ഓച്ചിറ ഇതുവരെയും വിളിച്ചിട്ടില്ല. ഇദ്ദേഹം വിപിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് എന്നെ വധഭീഷണി ചെയ്യുവാണ്. പിന്നെ അല്ലാതെ എന്നെ വധഭീഷണി വിപിൻ ചെയ്യുന്നുണ്ട്. കാരണം വിപിന്റെ പേര് ഞാൻ അന്ന് തന്നെ 16/2/2026 തന്നെ ഞാൻ ആലപ്പുഴ ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തിരുന്നു. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്ക് കൊടുത്തിരുന്നു. യാതൊരു ഓക്കെ ശരണ്യ, വ്യക്തമാണ്. അതായത് വളരെ മോശമായുള്ള പെരുമാറ്റം ഇയാളുടെ ഭാഗത്ത് നിന്ന് താങ്കൾക്കുൾപ്പെടെ നിരവധി സ്ത്രീകൾക്കുണ്ടായിരിക്കുകയാണ്. പക്ഷേ വളരെ ദൗർഭാഗ്യവശാൽ ഈ SHOയ്ക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല. അതിൻ്റെ കാരണം എന്നത് നേരത്തെ BJPയുടെ വക്താക്കൾ ഇവിടെ പറഞ്ഞതുപോലെയാണ്. ഇയാൾ ഒരു അന്തം കമ്മിയാണ്, അല്ലെങ്കിൽ ഒരു അടിമയാണ് CPMന്റെ. അതുകൊണ്ടാണ് ഇയാൾക്കെതിരെ നടപടി എടുക്കാത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. ബിനീഷാണി വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്ന്